എൻ്റെ ഗാർഡൻ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗാർഡൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിങ്ങനെ നന്നായിട്ട് പൂവിടാനും നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്, സീതപ്പഴം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകത്തിൻ്റെ സ്ലറിൽ അത് ഒഴിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇങ്ങനെ കറക്റ്റ് ടൈമിൽ പ്രൂണിങ്ങും ചെയ്യും കേട്ടോ. ഇങ്ങനെ പൂവൊക്കെ കൊഴിഞ്ഞ് പോവാറായി നിൽക്കുന്ന ഈ സമയത്താണ് പ്രൂണിങ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ തളിർപ്പുകൾ വന്നിട്ട് അധിക ഹൈറ്റിൽ ചെടി വളരാതെ നമുക്ക് വേണ്ട ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലാന്റ്സ് കാണാൻ ഒന്നുകൂടി ഭംഗിയാവും. ഇങ്ങനെ പ്രൂണിങ് ചെയ്യുന്നത് എപ്പോഴും പൂക്കൾ വാടാനാവുന്ന സമയത്താണ് ഏറ്റവും ബെറ്റർ. കരിഞ്ഞ് ഉണങ്ങി പോകുമ്പോഴത്തേന് അവിടെ നിന്ന് പുതിയ തളിരിലകളൊക്കെ വന്നിട്ട് കമ്പൊക്കെ കുറച്ചും കൂടി വലുതാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒരു കുഴഞ്ഞു പോകുന്ന ആ സമയമാകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെയാകുമ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ പുതിയ തളിരുകൾ വന്നുകൊണ്ട് നല്ല രീതിയിൽ പ്ലാന്റ് ഒരു അധികം ഹൈറ്റൊന്നും പോവാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനങ്ങനെ രാസവളങ്ങളൊന്നും കൊടുക്കില്ല, ജൈവവളങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ കൊടുക്കാറ്. ചാണകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ചാണകത്തിൻ്റെ സ്ലറി, ഇത് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. റോസിന് ഇതുപോലെ പുതുതായിട്ട് വരുന്ന ഈ തളിർപ്പില്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പിലോട്ട് മാത്രം ഫുൾ ഗുണങ്ങളും പോയിട്ട് ബാക്കി കമ്പിളിലൊന്നും അത്ര പൂക്കളില്ലാതെ ആ ഒരു ഒറ്റ കമ്പിൽ മാത്രമായിട്ട് പൂവ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. പിന്നെ ഇതുപോലെ ചാണകത്തിൻ്റെ സ്ലറി ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൂവിടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ ഓക്കെ, ബൈ.